നമുക്ക് വീണ്ടും കൊച്ചിയിലേക്ക് പോയാൽ അവിടെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണമുണ്ട്. അവിടെ ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി വൃക്ഷത്തൈ വിതരണം ചെയ്യുകയാണ്. യോഗാ ദിനത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. സജോ ദേവസിയുണ്ട്. സജോ, എങ്ങനെയാണ് കൊച്ചിയിലെ പരിപാടികൾ? കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ നേരിട്ട് യോഗാ ദിനാചരണത്തിന് എത്തിയിരിക്കുകയാണല്ലോ. വിനീത, അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികളാണ് കൊച്ചിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര ടൂറിസം വകുപ്പ് ഒരുക്കുന്ന യോഗ ഡേ പരിപാടികളാണ് കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്നത്. അദ്ദേഹം ആദ്യം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി എത്തിയിരിക്കുന്ന ആളുകൾക്ക് വൃക്ഷ തൈകൾ വിതരണം ചെയ്യുകയാണ് കേന്ദ്രമന്ത്രി തന്നെ. ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി. അതിലേറ്റവും പ്രധാനം അദ്ദേഹം തന്നെ പറഞ്ഞത് ഉദ്ഘാടന പ്രസംഗത്തിൽ, ഈ പരിപാടിയിലെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് യോഗ എന്നതൊരു ആചാരമല്ല, പകരം ഒരു നിഷ്ഠയാണ്. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാണ്. ആ നിലയ്ക്ക് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം, ആ ആശയത്തിൻ്റെ പ്രാധാന്യമൊക്കെ തിരിച്ചു കറിഞ്ഞുകൊണ്ട് കൂടുതൽ പ്രചാരണം ഇതിനകം തന്നെ ലോകത്തിൽ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ കൂടി തുടർച്ച എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തന്നെ നേരിട്ട് ഇതിൽ പങ്കെടുക്കാനായി എത്തിയ മുഴുവൻ ആളുകൾക്കും സംഘാടകർ ഒരുക്കിയ വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നു. അതിനുശേഷമാണ് യോഗയിലേക്ക് കടക്കുക. അതിനുള്ള ക്രമീകരണം യഥാർത്ഥത്തിൽ പൂർത്തിയായി. അദ്ദേഹം കൂടി അതിൻ്റെ ഭാഗമാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇതിനകം തന്നെ സന്ദേശം നൽകി. ഒപ്പം വിവിധങ്ങളായ പരിപാടികൾ രാജ്യത്താകെയും ഇന്ന് വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ. പ്രധാനമന്ത്രിയടക്കം കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തും, അങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലൊപ്പം ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ വിവിധ വകുപ്പുകളുടെയൊക്കെ കീഴിൽ രാജ്യത്തുടനീളം യോഗാ ദിനാചരണത്തിൻ്റെ ഭാഗമായുള്ള വിവിധ പരിപാടികൾ, അതായത് യോഗയുടെ കൂടുതൽ പ്രചരണം, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യോഗയ്ക്ക് വലിയ പ്രാധാന്യം ഇതിനകം കൈവന്നിട്ടുണ്ട്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഷോക്കേസ് ചെയ്യുന്ന, ടൂറിസം രംഗത്താണെങ്കിലും ആരോഗ്യ രംഗത്താണെങ്കിലും ഷോക്കേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒന്നായി യോഗ ഇതിനകം മാറിയിട്ടുണ്ട്. അതാണ് ഉദ്ഘാടന പ്രസംഗത്തിലടക്കം കേന്ദ്രമന്ത്രിയും സൂചിപ്പിച്ചത്. അത് കൂടുതൽ അന്താരാഷ്ട്ര തലത്തിൽ, കാരണം അന്താരാഷ്ട്ര അംഗീകാരം ലഭ്യമാവുകയും കൂടുതൽ അന്താരാഷ്ട്ര തലത്തിൽ അതിന് പ്രാധാന്യം കൈവരികയും ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ്ടും ഒരു യോഗാ ദിനാചരണം കൂടി വരുന്നത്. അതിന് കുറേയധികം നാളുകളായി, കുറേയധികം വർഷങ്ങളായി ഇതിനകം യോഗയുടെ പ്രാധാന്യം അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനും പ്രചരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെയും ഭാഗമായ പ്രവർത്തനങ്ങൾ വിവിധ മന്ത്രാലയങ്ങൾ, കേന്ദ്ര സർക്കാരുകളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണ അതിൽ യോഗ ഒപ്പം പരിസ്ഥിതിയുടെ പ്രാധാന്യവും ഒക്കെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് എല്ലാവർക്കും ഈ പരിപാടിയിൽ വൃക്ഷത്തൈ കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട്, അതായത് സ്ത്രീകളും കുട്ടികളും പ്രായമായവരും യുവാക്കളും അടക്കമുള്ള ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. അവർക്കെല്ലാവർക്കും അദ്ദേഹം തന്നെ നേരിട്ട് വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നു എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം. അതായത് മുഖ്യാതിഥിയായി എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ അദ്ദേഹം ഓടി നടന്ന എല്ലാവർക്കും ആ വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയാണ്. സജോ, ഇന്നലെ നമ്മുടെ ഒരു വാർത്തയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ജപ്തി ചെയ്ത കുടുംബത്തെ സംരക്ഷിക്കുന്നതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെയും അഭിനന്ദിക്കുന്നുണ്ട് പ്രേക്ഷകർ ഓരോരുത്തരും. ഇതിപ്പോൾ കൊച്ചിയിലെ യോഗാ ദിനാചരണ പരിപാടി എന്ന ദൃശ്യങ്ങളാണ് ഒരു ഭാഗത്ത് കാണുന്നത്. മറുഭാഗത്ത് വിശാഖപട്ടണത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ യോഗാ ദിനാചരണ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ യോഗ പരിശീലനത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാനും കഴിയുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സജോ ദേവസിയാണ്. ഏതായാലും യോഗ പരിശീലനത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്.